രാഷ്ട്രീയ ജീവിതത്തിൽ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത നേതാക്കൾ. ജനങ്ങളുടെ വിശ്വാസം കാത്ത സമാനതകളില്ലാത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷികത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് കോൺഗ്രസിന്റെയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട നേതാവ് വിട്ടുപിരിഞ്ഞ് ഒരാണ്ട് പൂർത്തിയായെങ്കിലും ആ ഖബറിടം ഇന്നും ജനക്കൂട്ടത്തിന് നടുവിലാണ്. അദൃശ്യ സാന്നിധ്യമായി ഉമ്മൻചാണ്ടി ഇന്നും ഇവർക്കൊപ്പമുണ്ട്. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിൽ നിന്ന് ഊർജം ആർജിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഈ ഊർജം കരുണയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജനസേവനത്തിൽ ഇന്നും പ്രതിഫലിച്ചു. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ KPCCയുടെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന പ്രവർത്തകരോട് നേതാക്കൾ. നിവേദനങ്ങളുമായി 10,000-കണക്കിന് ആളുകൾ മുന്നിൽ നിന്നാലും അതിൽ അവസാനത്തെ ആളിന്റെ വരെ ശബ്ദം കേട്ട് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയ പ്രവർത്തകൻ ജീവകാരുണ്യ പ്രവർത്തനം നൽകണമെന്നുള്ള ഏറ്റവും വലിയ സന്ദേശം ഈ നാടിന് സമർപ്പിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം. ഉമ്മൻചാണ്ടി ഓരോ മനുഷ്യനെയും ഓരോ കുടുംബത്തെയും സ്നേഹിച്ച് കീഴടക്കിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ഉമ്മൻചാണ്ടിയും മറ്റുള്ളവരും തമ്മിലുള്ള പ്രത്യേകത. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. വിദ്യാഭ്യാസ, ചികിത്സ, ഭവന നിർമ്മാണ സഹായ പദ്ധതികൾക്കാണ് ഫൗണ്ടേഷൻ മുൻതൂക്കം നൽകുന്നത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച പുഷ്പാർച്ചനയും നടന്നു. റിപ്പോർട്ടർ, കോട്ടയം.